ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് നടി നവ്യ നായരില്ലേ അവർ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ഫേസ് പാക്ക് ഉണ്ട്. അതാണ് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ആ പാക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഒന്നും വേണ്ട, നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ആ പാക്ക് ഉണ്ടാക്കുന്നതുള്ളൂ. നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡ്രൈ ആയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, വെള്ളമൊന്നുമില്ലാതെ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കടലമാവാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു കോഫി പൗഡർ വേണം, ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ വേണം. അത് ഏത് കോഫി പൗഡർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ടീസ്പൂണ് കസ്തൂരി മഞ്ഞളാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട്. അതാ കസ്തൂരി മഞ്ഞൾ തന്നെ എടുക്കുക. സാധാരണ നമ്മൾ കറിയിലിടുന്ന മഞ്ഞളൊന്നും ഇടരുത്, ഇതേപോലത്തെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ എടുക്കുക. അതിന് ശേഷം ഒരു ടീസ്പൂണോളം തേന് നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ എപ്പോഴും, ആ തേനും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആ സ്പൂൺ ഒന്ന് എടുക്കുന്നുണ്ട്. അതും ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് തൈരാണ് വേണ്ടത്. ആ തൈര് ഇട്ട് കൊടുക്കുക. തൈരിട്ട് കൊടുത്തതിന് ശേഷം എത്രയേ ഉള്ളൂ, ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഇത് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. അതൊന്ന് മിക്സ് ചെയ്യാം. കോഫി പൗഡർ ഇനിയിപ്പോൾ കോഫി കുടിക്കാത്തവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അത് ജസ്റ്റ് ഒരു 5 rupees ഉണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ പോയാൽ കോഫി പൗഡർ വാങ്ങാനേ ഉള്ളൂ. അത് വാങ്ങിയിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക ഇല്ലാത്തവരാണെങ്കിൽ. നമുക്ക് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ മിക്സ് ചെയ്യുക. ഈ പാക്ക് പറഞ്ഞാൽ ഒലിച്ചിറങ്ങും, നമ്മൾ ഫേസിലിട്ടാലും ഒലിച്ചിറങ്ങരുത്. അത് കട്ടിയിൽ തന്നെ അവിടെ കിടക്കണം. ആ രൂപത്തിൽ വേണം. ഒരു ക്രീമി ടെക്സ്ചറാണ് ഉണ്ടാവും. ഇതുപോലെ വേണം കേട്ടോ കിട്ടാൻ. നന്നായിട്ട് തന്നെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റ് അവിടെ കിടക്കണം. ഒലിച്ചറെ പാക്കിട്ട് അങ്ങനെ ഒലിച്ചിറങ്ങി നിൽക്കുമല്ലോ, അങ്ങനെ ആവില്ല. അത് കറക്റ്റ് അവിടെ തന്നെ കിടക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫേസിലെല്ലിട്ട് കാണിക്കുന്നത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. ഇതാ ഒരു കുറച്ച് എടുത്തിട്ട് ഞാൻ കയ്യിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ലോടത്ത് കൊണ്ട് മെല്ലെ തേച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺടാനൊക്കെ അടിച്ചിട്ടുണ്ടാവില്ല, കയ്യിലാണെങ്കിലും കയ്യിലിട്ട് കൊടുക്കുക. പിന്നെ ആ റിങ് എടുത്ത് മാറ്റട്ടെ. റിങ് ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ആവില്ല, അവിടെ മാത്രമേ വിട്ട് കിടക്കും. അപ്പോൾ ഞാൻ റിങ് ഊരിയിട്ട് അവിടെയും എല്ലാം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫേസിലുള്ള സമയത്താണെങ്കിലും എന്ത് പാക്ക് ഇടുകയാണെങ്കിലും നമ്മളത് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് വല്ല മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് കഴുത്തും മുഖത്തിലൊക്കെ രണ്ട് കളറായിരിക്കും. അപ്പോൾ എന്ത് പാക്ക് ഇടുമ്പോഴും അത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക. നമ്മുടെ സൺടാനൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊരു വീക്കിൽ 3 days നിങ്ങൾ ഇതുപോലെ പാക്ക് ഇടണം കേട്ടോ. അതുപോലെ കണ്ടിന്യൂസ് 3 month യൂസ് ചെയ്ത് കണ്ടിന്യൂസ് അത് എന്ത് ഡ്രിങ്ക് ആണെങ്കിൽ പോലും, വൈറ്റനിങ് ഡ്രിങ്ക് ആണെങ്കിൽ പോലും, ഇതാണെങ്കിലും പാക്കാണെങ്കിലും അത് 3 month നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ കറക്റ്റ് റിസൾട്ട് കിട്ടും. അല്ലാതെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് കളറൊന്നും ചേഞ്ച് ആവില്ല കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. അതിനായിട്ട് കളർ വെക്കണം, നിറം മാറ്റം വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ, അങ്ങനെ മാറ്റം വേണമെങ്കിൽ നമ്മളങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഞാനത് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് മെല്ലെ വാഷ് ചെയ്ത് കൊടുക്കാം. എനിക്ക് എന്താ പറയുക, ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുക. നിങ്ങൾക്ക് അറിയുന്നറിയില്ല. മെല്ലെ നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കുക. ഇത് ഇവർക്കും വേണം. എന്നാലും ഫേസ് പാക്കാണ് പറഞ്ഞപ്പോൾ അവർക്കും വേണം പറഞ്ഞിട്ട് അവർക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും കെമിക്കലുള്ളതല്ലല്ലോ, ഒക്കെ നാച്ചുറൽ സാധനങ്ങളല്ലേ. അപ്പോൾ അവർക്ക് വേട്ടു അവരൊന്നും അങ്ങനെ ചോദിക്കാത്ത കേട്ടോ. ഞാൻ എന്ത് പാക്ക് ഇടുമ്പോഴാണ് അങ്ങനെ അവ്യനേരം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണം പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും ഞാനത് വാഷ് ചെയ്ത് കൊടുത്തു. നമ്മുടെ വീട്ടിലുള്ള 3-4 സാധനങ്ങളിലുള്ള പൊതിലുള്ളൂ, ഒക്കെ വീട്ടിലുള്ളതാണ്. കോഫി പൗഡർ മാത്രം ചിലർ യൂസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവില്ല വീട്ടിൽ. അത് ജസ്റ്റ് നമുക്ക് വാങ്ങാവുന്നതേ, ചെറിയൊരു റേറ്റ് കൊടുത്താൽ കിട്ടും. എന്തായാലും ഒരു വട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തോ, നല്ലൊരു മാറ്റം ഉണ്ടാവും. ഒറ്റയടിക്ക് തന്നെ മാറുന്നില്ല. നമുക്ക് ഫേസ് പാക്ക് അവർ നവീനേരം അതിൽ വേറെ 2 സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്, സ്ക്രബിങ് ക്ലെൻസിങ് പോലെ. പക്ഷെ നമുക്ക് ഈ പാക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം എല്ലാം 3 സ്റ്റെപ്പ് നമുക്കിപ്പോൾ ഒന്നും ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ടൈമൊന്നും ഉണ്ടില്ലെങ്കിൽ ഈ ഒരു പാക്ക് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ നല്ലൊരു സോഫ്റ്റ് ടവൽ വെച്ചിട്ടാണ് തുടച്ച് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റ് ടവലാണിത്. നമ്മളൊരു ടവൽ വെക്കുകയാണെങ്കിൽ അതിനായിട്ട് തന്നെ യൂസ് ചെയ്യുക. അങ്ങനത്തെ പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ക്ലീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക. നല്ല മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ക്യാമറ കൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ 2 കൈകൾ ഒരുപോലെ ഉണ്ടാവും, പക്ഷെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. 2 കൈ നേരിട്ട് കാണുന്ന സമയത്ത് നല്ല മാറ്റം ഉണ്ടാവും. എന്തായാലും ഫേസിലൊക്കെ നിങ്ങളിട്ടിട്ട് എല്ലാം ഉള്ള ചേരുവകളാണ്. ഇനിയിപ്പോൾ ആദ്യം സ്കിന്നിന് വല്ല അലർജി കാര്യങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കി ഇട്ട് കൊടുത്താൽ മതി. ചില ഐറ്റംസ് ചിലവർക്ക് പിടിക്കില്ല, ചിലരുടെ സ്കിന്നിന്. അങ്ങനെയൊക്കെ നോക്കിയിട്ട് കൊടുത്താൽ മതി. എനിക്ക് അങ്ങനെ അലർജിയുള്ള ആളല്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. കയ്യിലിട്ട് കൊടുത്തതിന് ശേഷം ഫേസിലെ നെക്കിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് 20 minutes വെയിറ്റ് ചെയ്യുക. ഇട്ട സമയത്ത് അധികം സംസാരിക്കാതിരിക്കണതാണ് നല്ലത്.
ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ വീക്കിലി ഒരു 3 ഡേയ്സ് നമ്മൾ ഈ പാക്ക് ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ്. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ല, ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടതില്ല, എല്ലാം വീട്ടിലെപ്പോഴും ഉണ്ടാവും. നമ്മൾ വല്ല വർക്ക് ചെയ്യണ സമയത്തൊക്കെ ഇടുക. അപ്പോൾ അത് പണികളൊക്കെ കഴിയുന്ന നേരാകുമ്പോഴത്തേനും അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. പിന്നെ അതൊന്ന് വാഷ് ചെയ്ത് കളയും, അത്രയേ ഉള്ളൂ, വലിയ പണികളൊന്നുമില്ല. അപ്പോൾ നല്ലൊരു പാക്കാണ്, എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് ഈ പാക്ക്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇത്ര ഇവർക്കും 2 പേർക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ബാക്കിയുള്ളത് ഇത്രയാണ് കേട്ടോ, അത്രയുള്ള ബാക്കിയുള്ള നമ്മുടെ അടുത്തയിൽ. ഇത് നമ്മൾ നല്ല കവർ ചെയ്തിട്ട് തന്നെ അത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് പിറ്റേ ദിവസം യൂസ് ചെയ്യാം. തുറന്ന് വെക്കരുത് കേട്ടോ, അപ്പോൾ അത് ഡ്രൈ ആയി പോവും. ക്ലോസ് ചെയ്തിട്ട് തന്നെ വെക്കുക. ബാക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് എന്താ പറയുക, കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഒരു വട്ടം ഇടാനുള്ള പാക്ക് മാത്രം നമുക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കിടിലൻ റിസൾട്ടാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.